ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ഹാൻഡ് ബാഗാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൗസ് അടിച്ച് ബാക്കി വന്ന കട്ട് പീസുകളാണ് കേട്ടോ. പിന്നെ ഒരു സാരിയിലുണ്ടായിരുന്ന ബ്ലൗസിൻ്റെ പീസും ഒക്കെ കൂടിയിട്ട് വെട്ടിയിട്ട് എങ്ങനെ തുണി തികയാന്ന് നോക്കി ആദ്യം വെട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കനൊന്ന് തട്ടി വിട്ടേക്ക്. ഈ ഒരു പീസ് മാത്രമേ കറക്റ്റ് അളവായിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇത് ബ്ലൗസിൻ്റെ നെക്ക് പീസാണ്. അതെന്തെങ്കിലും ഉപകാരപ്പെടുമോ നോക്കാം. എല്ലാ പീസും ഒന്ന് വെട്ടി ഉപകാരപ്പെടുമോ നോക്കിയിട്ട് വെട്ടി മാറ്റി നല്ലോണം ഒന്ന് ഇസ്തിരി ഇട്ടിട്ട് പിന്നെ നമ്മുടെ അളവിന് വെട്ടി കൊണ്ടുവരാം. അപ്പം ഇതാ എല്ലാം സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. 13 ഇഞ്ച് വീതിയും 9.5 ഇഞ്ച് നീളം. അത്യാവശ്യം ഒരു ഒതുങ്ങിയ വലുപ്പത്തിലുള്ള ബാഗായിരിക്കും കേട്ടോ. പിന്നെ ആ വലുപ്പത്തിൽ ഒരു പീസാണ് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു പീസ് ഗോൾഡൻ കളറുള്ളതാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നെക്കടിച്ചതിൻ്റെ വെട്ടിയ ബാക്കി പീസ് ഇതിങ്ങനെ വെച്ച് കൊടുക്കാൻ വിചാരിച്ചു. ഒരു ഡിസൈനൊക്കെ ആയില്ലേ. പിന്നെ അതിങ്ങനെ പ്ലെയിൻ ആയിരിക്കും, എൻ്റെ ഒരു വൃത്തിയോട് മാറി കിട്ടും. അത് മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കവർ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ മടക്കി അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് റൗണ്ടായിട്ടാണ്ട് മറിച്ചെടുത്താൽ മതിയല്ലോ. പിന്നെ ഇത് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ളത് 7 ഇഞ്ച് വീതിയുണ്ട്, 7 ഇഞ്ച് നീളമുണ്ട് പോക്കറ്റിന്. ബാഗിൻ്റെ ഉള്ളിൽ വെക്കണ പോക്കറ്റ് കേട്ടോ അത്. ഇത് ബാഗിൻ്റെ അടിയിൽ വെച്ചടിക്കാനുള്ള ഒരു പീസാണ്. അതൊരു 9.5 ഇഞ്ച് നീളമുണ്ട്, 13 ഇഞ്ച് വീതിയുണ്ട് കേട്ടോ. പിന്നെ ഇതാ ലൈനിങ്ങിന് 24 ഇഞ്ച് വീതിയുണ്ട്, 9.5 ഇഞ്ച് നീളമുണ്ട്. കുറച്ച് കൂടി പോയാലും ബാഗിൽ വെച്ചടിച്ചതിൻ്റെ ശേഷം നമുക്ക് ബാക്കി വെട്ടിക്കളയാം. ലൈനിങ് 2 എണ്ണം വേണം ഒരേ അളവിൽ. ഈ പീസ് ബാഗിൻ്റെ വള്ളി അടിക്കാനുള്ള പീസാണ്. 22 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിക്കാണ് എടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് വീതി എടുത്തിട്ട് ഇങ്ങനെ 4ആക്കി മടക്കി ഇങ്ങനെ അടിക്കുമ്പോൾ നല്ലൊരു സ്ട്രോങ് ഉണ്ടാവും, കട്ടി ഉണ്ടാവും. ഇനി പ്രധാനപ്പെട്ട ഒരു സംഭവം പ്ലാസ്റ്റിക് ചാക്ക്. ഈ ചാക്ക് നമ്മുടെ തുണി വെച്ചിട്ട് വെട്ടിയെടുക്കാം. പ്ലാസ്റ്റിക് ചാക്ക് ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗ് നല്ലൊരു ബലമാണ്. പിന്നെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തുണി കൊണ്ടുള്ള ഹാൻഡ് ബാഗാണോ എന്നറിയില്ല. അതേപോലെ ബലത്തിലിരിക്കും. കുറച്ച് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ആദ്യം പ്ലാസ്റ്റിക് ചാക്ക് മെയിൻ തുണിയിൽ വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് തയ്ച്ചെടുക്കാം. നന്നായി കൈയ്യേട്ടൊക്കെ ഒന്ന് തടവി കൊടുത്ത് നന്നായി തയ്ച്ചെടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈ എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലും സ്റ്റിച്ച് ചെയ്ത തുണി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. 4 വശം ആ പ്ലാസ്റ്റിക് ചാക്കിനോട് പതിഞ്ഞിരിക്കുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് വിടുന്നുണ്ട്. ഇനി അത് കറക്റ്റ് അളവാണെന്നൊക്കെ വെച്ച് നോക്കിയിട്ട് ബാക്കി നമുക്ക് വെട്ടിക്കളയാം. എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നല്ലതായാലും ചീത്തതായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. 2 പീസും കൂടി തെന്നി മറിയും കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ അളവ് നോക്കാം. നമുക്ക് 13 ഇഞ്ച് വീതിയും 9.5 ഇഞ്ച് നീളം കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ആ അടിവശത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. 3 ഇഞ്ച് വീതിക്കും 3 ഇഞ്ച് നീളത്തിലും അടയാളപ്പെടുത്തിയിട്ട് ചതുരത്തിലൊന്ന് വരച്ചു കൊടുക്കാം. 2 സൈഡും, ഈ സൈഡും മറ്റേ സൈഡും. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാഗിൻ്റെ അടിവശമാണ് കേട്ടോ അത്. 3 ഇഞ്ച് വീതി 3 ഇഞ്ച് നീളം കൂടിയിട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് 2 പീസും കൂടി ആയ കാരണം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ കട്ട് പീസ് ഇട്ട് ഒപ്പിച്ചടിക്കണ കാരണം കൊണ്ടാണ് 2 പീസ്. നിങ്ങളടുത്ത് വീതിക്ക് ഓരോ നീളത്തിന് തുണി ഉണ്ടെങ്കിൽ ഈ 2 പീസ് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതപ്പോൾ വെട്ടി കഴിഞ്ഞ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ല വശം കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നടു ജോയിൻ ചെയ്തതിന് ശേഷം ഈ പീസ് അതിൻ്റെ മീതെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ആ ഗോൾഡൻ കളർ പീസിൻ്റെ മീതെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടിവശത്ത് വെക്കാനുള്ളത് ഈ പീസ്
ഇത് നമുക്ക് ആദ്യം 2 സൈഡും മടക്കി അടിച്ചു കൊടുക്കാം. മറ്റേ വശം അതുപോലെ തന്നെ മടക്കി അടിച്ചു കൊടുക്കുക. ഇത് മേങ്കുളത്തിൻ്റെ മീതെ വെച്ച് അടിച്ചെടുക്കാം കേട്ടോ. ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ അകലം ഉണ്ടാവും ആ വെട്ട് ഭാഗത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട്. ആദ്യം അവിടെ അടിച്ചെടുത്താൽ പിന്നെ തെന്നി പോകില്ല, അടിച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും. അതവിടെ വെച്ച് അടിച്ചിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് നീളത്തിന് അടിച്ചു കൊടുക്കാം. ഇതേപോലെ 2 വശവും അടിച്ചെടുക്കാം കേട്ടോ. സൈഡ് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അത് വെട്ടാം. ആ മൂല സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ. അടിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുക നന്നാവും. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഇതിന് വെക്കാനുള്ള വള്ളി അടിച്ചെടുക്കാം. 4 ഇഞ്ച് വീതിക്കാണ് വള്ളി വെട്ടിയിരിക്കുന്നത്. അത് രണ്ട് സൈഡിൽ നിന്നും നടുവിലേക്ക് മടക്കി വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി നടുമടക്കുക. എന്നിട്ട് അരികത്തിൽ കൂടെ അടിച്ചെടുക്കുക. 2 വള്ളി ഇതുപോലെ നമുക്ക് അരികിൽ കൂടെ അടിച്ചെടുക്കാം കേട്ടോ. ലൈനിങ് പീസ് നമുക്ക് ബാഗിൻ്റെ മീതെ വെച്ചടിക്കാറുള്ളതാണ്. നമുക്ക് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ലൈനിങ് പീസ്. ലൈനിങ് വെക്കുന്നതിൻ്റെ മുന്നേ ബാഗിൻ്റെ വെള്ളിയും കൂടി വന്ന് വെച്ചടിക്കണം. അതിന് വേണ്ടി ബാഗിൻ്റെ നടു മടക്കിയിട്ട് നടുക്കൊരു കട്ടിട്ട് കൊടുത്തിട്ട് ആ കട്ടിട്ട് കൊടുത്തൊന്ന് 2 ഇഞ്ച് ഇങ്ങോട്ട് 2 ഇഞ്ച് അങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ട് ആ വള്ളി വെച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അടയാളപ്പെടുത്തിയതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് വള്ളി വെച്ച് കൊടുക്കണേ. അപ്പം ഇതാ ലൈനിങ് കൂടി വെച്ച് അടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ അതുപോലെ ലൈനിങ് വെച്ച് അടിച്ചിട്ടുണ്ട്. ബാഗിൻ്റെ വള്ളി ഇതാ അതുപോലെ പുറത്തേക്കും വെച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിക്കുള്ള തുണി എടുത്തിട്ടുണ്ട്. 13 ഇഞ്ച് നീളത്തിലുള്ള തുണിയാണ് കേട്ടോ. അത് സിബ് നടുക്ക് വെച്ചിട്ട് ആ തുണി മേലും താഴത്തും കൂടി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇങ്ങനെ ഉണ്ടാവും സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്നുകൂടി 2 തുണി ഇങ്ങനെ വെച്ച് കൈയോട് പ്രസ് ചെയ്ത് ഒന്ന് പതിച്ച് വെച്ച് അടിച്ചു കൊടുക്കാം. അതിന് ശേഷം 2 തുണിയും കൂടി കൂട്ടി ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. അപ്പുറത്തെ വശവും അതേപോലെ തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ. 2 വശവും തയ്ച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സിബിൻ്റെ അടിവശത്ത് നമുക്കൊന്ന് ലോക്ക് ചെയ്യാം. തുണി വെച്ച് അടിച്ച് മറിച്ചിട്ട് ലോക്ക് ചെയ്യാം. നല്ല വശം വെച്ച ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് ബാക്ക് വശത്തേക്ക് തിരിച്ചിട്ട് മടക്കി വെച്ച് അടിച്ചു കൊടുക്കാം. ഇനി ലൈനിങ് സ്റ്റിച്ച് ചെയ്യാൻ പോകാം കേട്ടോ. ലൈനിങ് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ മുന്നേ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാം. അതിൻ്റെ മീതെ വെച്ചിട്ട് പോക്കറ്റിൻ്റെ 3 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സൈഡും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് പോക്കറ്റ് അതിൻ്റെ മീതെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഞാൻ നടുവൊക്കെ വരച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പോക്കറ്റ് ഒന്ന് മടക്കി നടു അടയാളപ്പെടുത്തിയതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് ചുറ്റോറ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് ഇനി ലൈനിങ് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചീത്ത വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പോക്കറ്റ് നല്ല വശത്താണ്, പോക്കറ്റ് ഉള്ളിൽ പെട്ടിട്ടുണ്ട്. രണ്ട് സ്റ്റിച്ച് കൊടുത്ത് അവസാനിപ്പിക്കാം. ഒരു സൈഡ് മാത്രം മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഈ സൈഡ് പകുതി അവിടെ ഇട്ടതിന് ശേഷം പകുതി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അടിവശം അങ്ങനെ നേരെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം കേട്ടോ. അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ലൈനിങ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഇതാ മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാഗും അതേപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല ബലം പിടിച്ചിട്ടോ നിൽക്കണേ. ഉള്ളിൽ ആ പ്ലാസ്റ്റിക് കവറുള്ള കാരണം പടപടയെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ ബാഗും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടിവശമൊക്കെ അതേപോലെ തന്നെ കൂട്ടി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് അതിൽ വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ സിബിൻ്റെ റണ്ണർ ഞാൻ ഊരി മാറ്റിയിട്ട് സിബ് നേരെ അങ്ങ് തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ട് ചുറ്റോരം വെച്ചിട്ട് പിൻ ചെയ്തെടുത്തതിന് ശേഷം ചുറ്റുഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എളുപ്പം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകില്ല. നല്ല കട്ടിയുണ്ട്, പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പണി കിട്ടും. എന്നെപ്പോലെ സാധാ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യണവരൊക്കെ ഒന്ന് സൂക്ഷിച്ച് സ്റ്റിച്ച് ചെയ്തോ, അല്ലെങ്കിൽ സൂചി പൊട്ടി പോവും.
ഈ സിബൊക്കെ നല്ല ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ നേരെ എഡ്ജിൽ കൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കണം കേട്ടോ. ആ വള്ളിയൊക്കെ മേപ്പെട്ട് വെച്ചതിന് ശേഷം ചുറ്റോറൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം. ബാഗിൻ്റെ ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഫിനിഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ബാഗ്. എങ്ങനെയുണ്ട് കാണാൻ? നല്ല ചുറുക്കില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.